ഡിയേഴ്സ്, ഇന്ന് നമ്മൾ ഇഗ്നോയിലെ MA ഇംഗ്ലീഷ് എന്ന് പറഞ്ഞിട്ടുള്ള കോഴ്സിനെ കുറിച്ചാണ് സംസാരിക്കുന്നത്. ഇതിൽ നമ്മൾ ഫീ, ഡ്യൂറേഷൻ, സ്റ്റഡി സെൻറ്റേഴ്സ്, സബ്ജക്ട്സ് ഇത്രയും കാര്യങ്ങൾ നമ്മളിന്ന് പരിചയപ്പെടാൻ പോകുന്നുണ്ട്. അപ്പോൾ MA ഇംഗ്ലീഷ്, മാസ്റ്റർ ഓഫ് ആർട്സ് ഇൻ ഇംഗ്ലീഷ്, ഇത് നമുക്ക് ഡിസ്റ്റൻസ് ലേണിങ്ങിലാണ് ഇത് വരുന്നത്. ഡിസ്റ്റൻസ് ആയിട്ട് ആണ് നമ്മൾ ഇതിൻ്റെ അഡ്മിഷൻ എടുക്കുന്നത്. ത്രൂ ഓൺലൈൻ വഴിയാണ് അഡ്മിഷൻ എടുക്കുന്നത്. അതുപോലെ തന്നെ ഇതൊരു 2 ഇയർ പ്രോഗ്രാമാണ്. മാക്സിമം 4 ഇയേഴ്സ് ആണ്. 2 ഇയേഴ്സിൽ കംപ്ലീറ്റ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ യൂണിവേഴ്സിറ്റി നിങ്ങൾക്ക് അതിൻ്റെ വാലിഡിറ്റി 4 ഇയർ വരെ നിങ്ങൾക്ക് എന്ത് ചെയ്യും, എക്സ്റ്റെൻഡ് ചെയ്ത് തരുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് 4 ഇയറിൻ്റെ ഉള്ളിൽ നിങ്ങൾക്ക് ഇത് കംപ്ലീറ്റ് ചെയ്യാവുന്നതാണ്. മീഡിയം ഇംഗ്ലീഷ് തന്നെ. അപ്പോൾ നമുക്ക് ഇതിന് വേണ്ടിയിട്ടുള്ള എലിജിബിലിറ്റി എന്ന് പറയുന്നത് എനി ഡിഗ്രി ഫ്രം എനി റെക്കഗ്നൈസ്ഡ് യൂണിവേഴ്സിറ്റി ആണ്. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഫീസ് സ്ട്രക്ചർ വരുന്നത് 8,000 രൂപയാണ്, പ്ലസ് രജിസ്ട്രേഷൻ ഫീ, ഡെവലപ്മെൻറ്റ് ഫീ. അപ്പോൾ 8,700 രൂപയാണ് ഫസ്റ്റ് ഇയറിൻ്റെ ഫീ വരുന്നത്. സെക്കൻഡ് ഇയറിൽ 8,000 മാത്രമേ വരുന്നുള്ളൂ. അപ്പോൾ ഇതിൻ്റെ ഏതെല്ലാം സ്റ്റഡി സെൻറ്റേഴ്സിലാണ് ഇത് അവൈലബിൾ ആയിട്ടുള്ളത് എന്ന് നോക്കാം. കൊച്ചിൻ റീജിയൻ സെൻറ്ററിൻ്റെ അണ്ടറിൽ ഇത്രയും സ്റ്റഡി സെൻറ്റേഴ്സിൽ ഈ ഒരു കോഴ്സ് അവൈലബിൾ ആണ്. അതുപോലെ ട്രിവാൻഡ്രം റീജിയൻ സെൻറ്ററിൻ്റെ അണ്ടറിൽ ഇത്രയും സ്റ്റഡി സെൻറ്റേഴ്സിൽ ഈ ഒരു കോഴ്സ് അവൈലബിൾ ആണ്. ഇനി വടകര റീജിയൻ സെൻറ്റേഴ്സിൻ്റെ അണ്ടറിൽ ഇത്രയും സ്റ്റഡി സെൻറ്റേഴ്സിൽ ഈ ഒരു കോഴ്സ് അവൈലബിൾ ആണ്. ഇനി നമുക്ക് ഈ കോഴ്സിലെ സബ്ജക്റ്റുകൾ ഏതെല്ലാം എന്നുള്ളതൊന്ന് പരിചയപ്പെടാം. അപ്പോൾ MA ഇംഗ്ലീഷിൽ നിങ്ങൾക്ക് ഇയർ വൈസ് പ്രോഗ്രാമാണ്. ഇത് ഇയർലി ആണ് എക്സാം വരുന്നത്. ഇപ്പോൾ നിങ്ങൾ ജോയിൻ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ വരുന്ന ഡിസംബറിൽ 2026 ഡിസംബറിൽ ഫസ്റ്റ് ഇയറിൻ്റെ എക്സാം എഴുതാവുന്നതാണ്. അപ്പോൾ ഇതിൽ നിങ്ങൾക്ക് ഫസ്റ്റ് ഇയറിൽ 4 സബ്ജക്റ്റും സെക്കൻഡ് ഇയറിൽ 4 സബ്ജക്റ്റും ഇത്രയാണ് നിങ്ങൾക്ക് വരാൻ പോകുന്നത്. അപ്പോൾ നിങ്ങളിതിൽ ഫസ്റ്റ് ഇയറിൽ MEG 5 ലിറ്റററി ക്രിറ്റിസിസം ആൻഡ് തിയറി എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു പേപ്പർ കമ്പൽസറി ആണ് എല്ലാവർക്കും. അതുപോലെ സെക്കൻഡ് ഇയറിൽ നിങ്ങൾക്ക് MEG 4 MEG 15 ഇതൊരു ചോയ്സ് ഉണ്ട്. ഇതിൽ ഏതെങ്കിലും ഒന്ന് നിങ്ങൾക്ക് ചൂസ് ചെയ്യാം. അതുപോലെ ഫസ്റ്റ് ഇയറിൽ നിങ്ങൾക്ക് ഫസ്റ്റ് ഇയർ ആണ് എന്നുണ്ടെങ്കിൽ സെക്കൻഡ് ഇയർ ആണ് എന്നുണ്ടെങ്കിലും ഇത്രയും മൊഡ്യൂളാണ് വരുന്നത്. മൊഡ്യൂളിൽ ഓരോ പ്രത്യേക സബ്ജക്ട്സുകളുണ്ട്. ഒരു 4 സബ്ജക്റ്റാണ് നിങ്ങൾക്ക് ടോട്ടൽ ചൂസ് ചെയ്യാനുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ഇനി 3 സബ്ജക്റ്റുകൾ ചൂസ് ചെയ്യാം. ഓൾറെഡി നമ്മൾ ഈ ഒരു MEG 5 എന്ന് പറഞ്ഞിട്ടുള്ള ഈ സബ്ജക്റ്റ് ഓൾറെഡി കമ്പൽസറി ആണ്. ഇതിന് ശേഷം ഇനി നിങ്ങൾക്ക് ഒരു 3 സബ്ജക്റ്റുകൾ കൂടി നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ചൂസ് ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് സിമ്പിൾ ആയിട്ടുള്ളത് ഏത് സബ്ജക്റ്റാണ്, ക്ലാസ് അവൈലബിൾ ആയിട്ടുള്ളത് ഏത് സബ്ജക്റ്റുകളാണ് എന്നുള്ളതൊക്കെ അറിയാൻ വേണ്ടിയിട്ട് ഞങ്ങളുടെ നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാം. ഞങ്ങളുടെ ഡീറ്റെയിൽസ് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിൽ ഒരുപാട് ലിറ്ററേച്ചർ സെഷൻസ് ഉണ്ട്. അമേരിക്കൻ ലിറ്ററേച്ചർ, അതുപോലെ തന്നെ ഓസ്ട്രേലിയൻ, ബ്രിട്ടീഷ് തുടങ്ങിയ ലിറ്ററേച്ചേഴ്സൊക്കെ ഉണ്ട്. നിങ്ങൾക്ക് ഇന്ത്യൻ ലിറ്ററേച്ചർ ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഏതാണോ താല്പര്യം ഉള്ളതെന്ന് വെച്ചാൽ നിങ്ങൾക്ക് അതിന് ജോയിൻ ചെയ്യാം. അപ്പോൾ ഇതിന് അഡ്മിഷൻ എടുത്ത് നൽകാനും കൂടുതൽ ഡീറ്റെയിൽസ് അറിയാനും വേണ്ടിയിട്ട് നിങ്ങൾ എഡ്യൂഫിക്സ് അക്കാദമിയുടെ നമ്പറിൽ കോൺടാക്ട് ചെയ്യാം. അതിൻ്റെ ഡീറ്റെയിൽസ് ഡിസ്ക്രിപ്ഷനിലുണ്ട്. അപ്പോൾ നിങ്ങൾ കോൺടാക്ട് ചെയ്തോളൂ. മാത്രമല്ല നമ്മുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്.